ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. മെഴുക്കുവരട്ടി എന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് മെഴുക്കുവരട്ടിയാണെന്നുള്ളത്. ഇത് നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്കും വഴുതനങ്ങ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ട് സാധാരണ മെഴുക്കുവരട്ടി കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കിലോ വഴുതനങ്ങയും മെഴുക്കുവരട്ടിയുടെ അതേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ വഴുതനങ്ങയുടെ കളറ് മാറും, ആ കറയും പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ചട്ടി ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള അല്ലെങ്കിൽ ഉള്ളി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സവോളയാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു സവോള. ഉള്ളിയാണെങ്കിൽ ഒരു 8-10 ഉള്ളി എടുക്കുക. ഉള്ളിയാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് തരാൻ മെഴുക്കുവരട്ടിക്ക്. പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവോള എടുത്തിട്ടുള്ളത്. നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഒരുപാട് സവോള ബ്രൗൺ ആയി പോകുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. സവോള ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോള നമ്മളൊന്ന് ഇളക്കി തുടങ്ങി, സവോള ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്താം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഞ്ഞിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതുപോലെ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്കും അധികം കുക്കിംഗ് ടൈം ഇല്ല, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കും അധികം കുക്കിംഗ് ടൈം ഇല്ല. രണ്ടും ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ. വഴുതനങ്ങയുടെയും വെണ്ടയ്ക്കയുടെയും എല്ലാം ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് പതുക്കെ പിഴിഞ്ഞ് കളയുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചേർത്ത് ഇട്ട് കഴിയുമ്പോൾ. പക്ഷേ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. പൊടികൾ ചേർക്കുമ്പോൾ മാത്രം എപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി വെള്ളമൊന്നും തളിച്ചു കൊടുക്കുക, വെള്ളം ചേർക്കുക ഒന്നും ചെയ്യരുത്. ഇത് ആവിയിൽ തന്നെ കുക്കായി വരും. വെണ്ടയ്ക്കയും വഴുതനങ്ങയും കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാനിന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ വഴുതനങ്ങയും പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, വെണ്ടയ്ക്കയും പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണോ എന്ന് നോക്കുക. ഞാൻ ആദ്യം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും കൂടി ചേർത്തിട്ട്
നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.